ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ സർക്കിൾസിന്റെ പാർട്ട് 3 ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാർട്ട് 3 നോക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി പറയുകയാണ്, പാർട്ട് 1 പാർട്ട് 2 മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ മാത്രമേ പാർട്ട് 3 പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം കൺസെപ്റ്റ് മൊത്തം തീർന്നു. ഇനി പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ആ ലാസ്റ്റ് എക്സസൈസിൽ കുറെ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എക്സാമിന്. അപ്പൊ അത് നന്നായിട്ട് ചെയ്ത് പഠിച്ചാലേ പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും പാർട്ട് 1 പാർട്ട് 2 കിട്ടിയത് ബേസിക്സ് മാത്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് ടാൻജന്റ്, എന്താണ് സീക്കന്റ്. ടാൻജന്റ് സർക്കിളിന്റെ സർക്കിളിന്റെ ഒരേ ഒരു പോയിന്റിൽ മാത്രമേ എന്ത് ടച്ച് ചെയ്യത്തുള്ളൂ, ടാൻജന്റ് ടച്ച് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് കാൾഡ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പാരലൽ ടാൻജന്റ്സ് എന്താണ്, പിന്നെന്താണ്, ഒരു തിയറം പഠിച്ചായിരുന്നു. അതായത് തിയറം എന്തായിരുന്നു പഠിച്ചത്, അതായത് ടാൻജന്റും പോയിന്റ് ഓഫ് കോണ്ടാക്ടും സർക്കിളിന്റെ റേഡിയസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാ, 90 ഡിഗ്രി. അതായത് ടാൻജന്റ് സർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആ പോയിന്റ് ഓഫ് കോണ്ടാക്ടിലൂടെ ഒരു റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ ആ റേഡിയസും ടാൻജന്റോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അതിനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ടാൻജന്റ് തിയറമാണ്. ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അത് പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ ആദ്യമൊക്കെ ഇത് മൊത്തം ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ വലിയ പാടായിരിക്കും, പക്ഷെ അത് കാണാൻ പഠിച്ചു പറ്റൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കേസ് ഓർത്ത് വെച്ചേക്കാം. അത് നമ്മൾ തിയറം ചെയ്യുന്നു, പ്രോബ്ലം ചെയ്യുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് 90 ഡിഗ്രി എന്ന് റീസൺ എഴുതത്തേ ഉള്ളൂ. പക്ഷെ തിയറം പറയുന്നത് എങ്ങനെയാണ്, ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അതിനൊരു പ്രൂഫ് ഉണ്ട്, അത് വ്യക്തമായിട്ട് അത് പഠിച്ചോണം. ആ പ്രൂഫ് അതുപോലെ തന്നെ ടാൻജന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ വേണമെങ്കിലും വരാൻ കേട്ടോ. ഈ ഒരു പൊസിഷനിലാണെങ്കിലും ഈ റേഡിയസ് തൊട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര, 90 ഡിഗ്രി. ഇനി താഴെ മാത്രമേ 90 ഡിഗ്രി ഉള്ളൂ എന്ന് പറഞ്ഞ് ആരും ഇരുന്നുള്ളത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത് എന്തായിരുന്നു, ഓക്കെ, അതായത് ഒരു സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും എത്ര ടാൻജൻസ് വരയ്ക്കാമെന്ന് പഠിച്ചു. 2 ടാൻജൻസ് വരയ്ക്കാമെന്ന് പഠിച്ചു. ആ 2 ടാൻജൻസിന്റെ ലെങ്ത് ഈക്വൽ ആകുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് ഒരു 2 ടാൻജൻസ് മാത്രമേ വരയ്ക്കാൻ പറ്റൂ. ആ 2 ടാൻജൻസിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ബിക്കോസ് ഇവിടെ ഇപ്പൊ 5 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 5 ആയിരിക്കും. അത് നമുക്ക് ഫിഗറിനകത്ത് പല സ്ഥലങ്ങളിൽ കയറി വരും. എവിടെയാണെന്നുള്ളത് കൺഫ്യൂഷൻ വരരുത്. ഒറ്റ കേസ് ഓർത്ത് വെക്കാം. ടാൻജൻസ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ എന്തോന്ന്, ഈക്വലന്റ്. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അത് പ്രത്യേകം ഓർത്ത് വെച്ചപ്പോൾ അത് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ 2 ടാൻജൻസ് നമുക്ക് വേണം വരയ്ക്കാം. ഓക്കെ, വരച്ചു. ഈ 2 ടാൻജൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടെണ്ണം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അത് ഓർത്ത് വെച്ചോണം. പിന്നെ അതേ കണക്ക് തന്നെ അത് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തത്, അത് പ്രൂവ് ചെയ്ത് ഓർമ്മയുണ്ടോ? സർക്കിൾ ഇങ്ങനെ വരച്ചതിന് ശേഷം 2 ടാൻജൻസ് വരച്ചു. പിന്നെ ഈ 2 പോയിന്റ്സും സർക്കിളിന്റെ റേഡിയസുമായിട്ട് മീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഈ പുറത്തെ പോയിന്റും സർക്കിളിന്റെ എന്തുമായിട്ട് ജോയിൻ ചെയ്തു, സെന്ററുമായിട്ട് ജോയിൻ ചെയ്തു. ഒരു തിയറം തന്നെ അത്. എന്നിട്ട് നമുക്കറിയാം ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ എത്ര, 90 ഡിഗ്രിയാണ്. പിന്നെ ഒരു കേസ് നമ്മൾ പറഞ്ഞു. ഈ 2 ട്രയാങ്കിൾസ് എന്താണെന്ന് തെളിയിച്ചു, കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിച്ചു. ഈ 2 ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആകുമ്പോൾ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ. സോ ഇത് രണ്ടും റേഡിയസ് ആയതുകൊണ്ട് ഈ 2 ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ എപ്പോ ഒരു ഫിഗർ വരച്ചാലും ഈ 2 ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതേ കണക്ക് തന്നെ ഈ 2 സൈഡ്സ് എന്താണ്, ഈക്വൽ ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഇത് രണ്ടെണ്ണം എന്തുമായിരിക്കും, ഈക്വൽ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സെയിം ഫിഗർ തന്നെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുക, കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറയുന്നത്. ഈ 2 ആംഗിൾസ് എക്സും ഇവിടെ ആണെങ്കിൽ എത്ര ആയിരിക്കും, 180 മൈനസ് എക്സ് ആയിരിക്കും. ബിക്കോസ് ഇവിടെ 2 എത്ര, 90 ഡിഗ്രി. വീണ്ടും പറയുകയാണ്, ഈ 2 ആംഗിൾസ് എന്തായിരിക്കും, സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ 180 മൈനസ് എക്സ്. പിന്നെ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എക്സ്, ഇവിടെ എന്തായിരിക്കും, വൈ. ബിക്കോസ് ദീസ് 2 ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവന്റ്. അപ്പൊ അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇവിടെയും നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫിഗർ ഒക്കെ നമ്മൾ വരച്ചു വരുന്നത്, ടാൻജൻസ് ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. ഈ 2 ടാൻജൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ഈക്വൽ ആണെന്ന് നമ്മൾ
അറിഞ്ഞിരിക്കണം. സോ അപ്പോൾ അത്രയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. പിന്നെ അടുത്തത് വരുന്നത്, സോ അപ്പോൾ രണ്ട് സർക്കിളിന്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് എന്താണ്? ഈക്വൽ ആണ്. പിന്നെ പൈതഗോറസ് തിയറം വെച്ച് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. പിന്നെ ഒരു പ്രോബ്ലം ചെയ്തത്, ലാസ്റ്റ് പ്രോബ്ലം, പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആർ പാരലൽ. അതറിയാലോ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ വെച്ച് പ്രൂവ് ചെയ്തു. അപ്പൊ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ ഞാൻ വളരെ വലിയ പ്രോബ്ലംസ് ഒന്നും തന്നെ അങ്ങോട്ട് ചെയ്യിക്കുന്നില്ല. അത്യാവശ്യം ഈസി ആയിട്ടുള്ള രണ്ട് പ്രോബ്ലം. 10.7 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. എല്ലാവരും ഇപ്പൊ ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കുക. 10.7 ക്വസ്റ്റ്യൻ നമ്പർ 6. സോറി, 10.7 അല്ല, 10.2. 10.7 അല്ല, 10.2 ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, 10.2 ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്? 6. ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ഉണ്ട്, ലെങ്ത് ഓഫ് എ ടാൻജന്റ് ഫ്രം എ പോയിന്റ് എ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 മീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് 4 സെന്റിമീറ്റർ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സർക്കിൾ വരയ്ക്കാം, ഒരു ടാൻജന്റും വരച്ചു. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എടുത്ത് കൈ വെച്ചേക്കാം. ഓക്കെ, ലെങ്ത് ഓഫ് എ ടാൻജന്റ് ആണ് സബ്ജക്ട്. ഓക്കെ, ലെങ്ത് ഓഫ് എ ടാൻജന്റ് ഫ്രം എ പോയിന്റ് എ. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് ഉണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് 5 മീറ്റർ ഫ്രം ദ സെന്റർ. അതായത് സെന്ററിൽ നിന്നും 5 മീറ്റർ ഡിസ്റ്റൻസിലാണ് ആ എ എന്നുള്ള പോയിന്റ് ഉള്ളത്. ഓക്കെ, ഈസ് 4 മീറ്റർ. സോ ഈ ടാൻജന്റിന്റെ ലെങ്ത് എത്ര? 4 മീറ്റർ. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഇവിടെയാണ്. ദ ലെങ്ത് ഓഫ് ദി ടാൻജന്റ്, അത് അവിടെ പറയുന്നുണ്ട്, ഫ്രം എ പോയിന്റ് എ. ലെങ്ത് ഓഫ് ദ ടാൻജന്റ് ഫ്രം എ പോയിന്റ് എ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 മീറ്റർ ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ. അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഒരു 5 മീറ്റർ പുറത്താണ് എന്തുള്ളത്? ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത്. ആ ടാൻജന്റ് ലെങ്ത് എത്ര? 4 മീറ്റർ എന്നാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ആ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, ഇത് പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ്. പോയിന്റ് ഓഫ് കോൺടാക്ടും റേഡിയസും ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ടച്ച് ചെയ്യാം. ഇവിടുത്തെ ആംഗിൾ എത്ര? 90 ഡിഗ്രി ആണ്. ഇതിന് നമുക്ക് ABO എന്ന് പേര് കൊടുക്കാം. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ എന്താണ് ഇതിന്റെ നമുക്ക് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. എന്താണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ? AO സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് എന്താണ്? BO സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? AB സ്ക്വയർ നമുക്ക് പറയാൻ പറ്റും. ഹൈപ്പോട്ടനസ് എത്ര? 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു BO നമുക്ക് അറിഞ്ഞൂടാ. ആ BO ആണ് എന്ത്? റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസിന്റെ സ്ക്വയർ പ്ലസ് AB എത്ര? 4 സ്ക്വയർ എന്ന് പറയാൻ പറ്റും. സോ 25 ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് 16. R സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 ഇപ്പുറത്ത് വരുമ്പോ 25 മൈനസ് 16. R സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. R ഇസ് ഈക്വൽ ടു എന്ത് വരും? √9. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതെല്ലാം സെന്റിമീറ്റർ ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് പ്ലസ് ഓർ മൈനസ് 3 എന്നാണ് വരേണ്ടത്. പക്ഷെ -3 എടുക്കത്തില്ല, ബിക്കോസ് റേഡിയസ് ഒരു ലെങ്ത് അല്ലേ. അപ്പൊ അത് മൈനസ് എടുക്കത്തില്ല. അപ്പൊ ഇതിനകത്ത് എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യനിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു പ്രശ്നം. The length of the tangent from a point A at a distance of 4 meter from the center is 4 centimeter. അങ്ങനെ തന്നേക്കുന്നത്. അപ്പൊ ഫിഗർ വരയ്ക്കാൻ കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാൻ അയച്ചു തരാം. അപ്പൊ അത് തൽക്കാലം നിങ്ങൾ നോട്ട്സ് എഴുതിക്കേണ്ട ആവശ്യമില്ല. നോട്ട്സ് എനിവേ ടെലിഗ്രാമിൽ അയക്കുന്നുണ്ട്. അല്ലാത്തവർ 10.2 ക്വസ്റ്റ്യൻ നമ്പർ 6 എഴുതിയിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം എഴുതിയെടുക്കാം. ഓക്കെ, അടുത്തത്
10.2 ക്വസ്റ്റ്യൻ നമ്പർ 7. 10.2 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടു കോൺസെൻട്രിക് സർക്കിൾസ് ആർ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ. അപ്പൊ രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്, അതിന്റെ റേഡിയസ് 5ഉം 3ഉം ആണ്. അപ്പം ഞാൻ ആ രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ് കണ്ട് വരയ്ക്കുവാണ്. ഇത് രണ്ടുമാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് കരുതുക. കോൺസെൻട്രിക് സർക്കിൾസ് ഓഫ് റേഡിയസ് 5 and 3 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ്. അപ്പം നമുക്ക് ആദ്യത്തെ റേഡിയസ് r സ്മോൾ r is equal to 3, capital R is equal to 5 എന്ന് കൊടുക്കാം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് ഓഫ് ദ ലാർജർ സർക്കിൾ വിച്ച് ടച്ചസ് ദ സ്മോളർ സർക്കിൾ. ലാർജർ സർക്കിളിന്റെ കോഡ് ആയിരിക്കണം, പക്ഷെ അത് സ്മോൾ സർക്കിൾ ടച്ച് ചെയ്യണം. ഇത് നോക്കേ, ഇത് ലാർജർ സർക്കിളിന്റെ കോഡും ആണ്. സ്മോൾ സർക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ലാർജർ സർക്കിളിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ സർക്കിളിന്റെ എന്താണ്? ടാൻജന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഉള്ളത്. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ട? ടു കോൺസെൻട്രിക് സർക്കിൾസ് ആർ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ ആൻഡ് 3 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കോഡ് ഓഫ് ദി. ഓക്കെ, ഈ കോഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഒരു സർക്കിള്, എനിക്ക് തോന്നുന്നു 9th പഠിച്ചിട്ടുള്ളതാണ്. സർക്കിളിന്റെ ഒരു കോഡ്, സർക്കിളിന്റെ സെന്ററിൽ നിന്നും ആ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുവാണെങ്കിൽ അത് പെർപെൻഡിക്കുലർ വിൽ ബൈസെക്ട് ദ കോഡ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു 9th പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അതായത് ഒരു സർക്കിള്, ആ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ആ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുവാണെങ്കിൽ അത് എന്തായിട്ട് എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പുറം ഈക്വൽ ആയിരിക്കും. സോ അതുപോലെ നമുക്ക് ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും എന്ത് ചെയ്യാം? ഒരു ബൈസെക്ടർ വരയ്ക്കാം. എന്റെ ഫിഗർ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല. സോ നമ്മൾ ആ ഫിഗർ ഒന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. അത്രയും അങ്ങോട്ട് റെഡി ആയിട്ടില്ല. എനിവേ, നോ പ്രോബ്ലം. ഓക്കെ, സോ നോക്കുക, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, സോ ഇതിന് ഞാൻ പേര് കൊടുക്കുവാണ് AB എന്ന് ഞാൻ പേര് കൊടുക്കുവാണ്. സർക്കിളിന്റെ സെന്റർ എന്താണ്? O ആണ്. സോ അപ്പൊ ഇവിടുന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ, പെർപെൻഡിക്കുലർ ഇവിടെ 90 ഡിഗ്രി ആണ്. സോ തീർച്ചയായിട്ടും ഈ രണ്ട് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിന് P എന്ന് കൊടുത്തു. പിന്നെ നോക്കിയതാ, ഈ ഡിസ്റ്റൻസ് റേഡിയസ് അല്ലേ? ലാർജ് സർക്കിളിന്റെ റേഡിയസ് അല്ലേ? സോ ഇതെന്തായിരിക്കും? 5 ആയിരിക്കും. പിന്നെ അത്രേ ഉള്ളൂ. സോറി, ഇതെന്തായിരിക്കും? അപ്പം ഈ ഒരു പെർപെൻഡിക്കുലർ സ്മോൾ സർക്കിളിന്റെ റേഡിയസ് അല്ലേ? ദാറ്റ് ഈസ് എത്ര? 3. സോ ഇത് പെർപെൻഡിക്കുലർ എന്ന് പറയണ്ട, ഇത് റേഡിയസ് ആണ്. ഓക്കെ, റേഡിയസ് ആണ്. അതുപോലെ എനിക്ക് അറിയാലോ, ഈ സ്മോൾ സർക്കിളിന്റെ ടാൻജന്റ് ആണ് AB. ആ ടാൻജന്റ് ഈ റേഡിയസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചു നോക്കേ, ഈ സ്മോൾ സർക്കിൾ നമുക്ക് അല്ലാതെ വരയ്ക്കാം. ഈ സ്മോൾ സർക്കിളിന്റെ പുറത്തുകൂടാണ് ഈ ടാൻജന്റ് വരുന്നത്. അപ്പൊ അവിടെ ആ സർക്കിളിന്റെ റേഡിയസ് എത്ര? 3. അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ആലോചിച്ചോണം, രണ്ട് കേസ് ഉള്ളത്. ഒന്നാമത്തെ കേസ്, ഈ സ്മോൾ സർക്കിള്, ഇതെന്താണ്? ലാർജ് സർക്കിള്. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണ്. സോ പെർപെൻഡിക്കുലർ ഈ കോഡിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും, വലിയ കോഡിനെ. അപ്പൊ തൽക്കാലം നിങ്ങൾ അത്ര അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ഏതാണ്? OPB കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഏത് നമുക്ക് എന്തൊക്കെ ഉണ്ട്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ഉണ്ട്, എന്തുണ്ട്? ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, എന്തില്ല? ബേസ് ഇല്ല. OB അല്ലേ? അല്ല, PB അല്ലേ? സോറി, PB. PB is equal to root of എന്തെന്ന് പറയാം? 5 square minus 3 square, that is equal to 25 minus 9, that is equal to root 16, that is equal to എന്ത് വരും? 4 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലെന്ന് കരുതുന്നു. ഓക്കെ, ഫിഗർ ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കി തരാം നിങ്ങൾക്ക്. പേര് ABOP. ഓക്കെ, തെറ്റില്ല. ഓക്കെ, ABOP സെയിം തന്നെ വരയ്ക്കാമല്ലോ. ഓക്കെ, അപ്പൊ ഇവര് പറഞ്ഞേക്കുന്നത് രണ്ട് കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്. ആ ഒരു കോൺസെൻട്രിക് സർക്കിളില് ലാർജ് സർക്കിളിന്റെ കോഡാണ് വരയ്ക്കേണ്ടത് AB.
ലാർജ് സർക്കിളിന്റെ കോഡ് പക്ഷെ അത് സ്മോൾ സർക്കിളിൽ ടച്ച് ചെയ്യണം. സ്മോൾ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതും റേഡിയസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ വലിയ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം സർക്കിളിന്റെ സെന്ററിൽ നിന്നും വരുന്ന എന്താണ്? കോഡിലേക്ക് വരുന്ന പെർപെൻഡിക്കുലർ ആണ് ഇത്. സോ അതിനെ എന്ത് ചെയ്ത് ബൈസെക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് കണക്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അതായത് ആദ്യം സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാല് ഒരു ചെറിയ സർക്കിള്, അതിന് ചുറ്റും ഒരു വലിയൊരു സർക്കിൾ. അപ്പൊ സോ കോൺസെൻട്രിക് സർക്കിൾസ്. ലാർജ് സർക്കിളിന്റെ ഒരു കോഡാണ് വരച്ചിട്ടേക്കുന്നത്. അത് സ്മോൾ സർക്കിളിൽ ടച്ച് ചെയ്തു. സ്മോൾ സർക്കിളിൽ ടച്ച് ചെയ്തു മീൻസ് സ്മോൾ സർക്കിളിന് ടാൻജന്റ് ആയി. സോ അവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാവും. സോ പോയിന്റ് ഓഫ് കോണ്ടാക്ടും റേഡിയസും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതവിടെ നിർത്തി. ഇനി വലിയ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം സർക്കിളിന്റെ സെന്ററിൽ നിന്നും ആ സർക്കിളിന്റെ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്. സോ അങ്ങനെ വരെ ആയി. സോ ദാറ്റ് പെർപെൻഡിക്കുലർ വിൽ ബൈസെക്ട് ദാറ്റ് കോഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ പെർപെൻഡിക്കുലർ വന്നിട്ടാണ് നമ്മൾ അതിലോട്ട് പോകുന്നത്. ക്ലിയർ ആവുന്നല്ലോ? അത് നന്നോട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ്? പിന്നെ നമുക്കറിയാം. സോ ദിസ് വൺ ഈസ് ദ ലാർജ് റേഡിയസ്, ദാറ്റ് ഈസ് 5. അഗൈൻ ദിസ് വൺ ഈസ് എന്തോ സ്മോൾ റേഡിയസ്, ദാറ്റ് ഈസ് 3. സോ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഈ ലെങ്ത് എന്ത് കണ്ടുപിടിക്കാം? പൈതഗോറസ് റൂൾ അനുസരിച്ച് ഇതിന് OPB എന്ന് പേര് കൊടുത്തു. ട്രയാങ്കിൾ OPBക്കകത്ത് PB കണ്ടുപിടിച്ചു വെച്ചു. സോറി, ഇവിടെ തീർന്നിട്ടില്ല. PB കണ്ടുപിടിച്ചു വെച്ചു. പക്ഷെ നമ്മുടെ എന്ത് ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ കോഡ് എന്ന്. Therefore നമുക്ക് പറയാം AB is equal to 2 into 4 is equal to 8 സെന്റിമീറ്റർ. കാര്യം ഈ സെയിം ലെങ്ത് തന്നെയാണ് ഇവിടെ. അപ്പം 2 ഇവിടെ 4 ആണ്. 4 into 2 എത്ര വരും? 8 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ സർക്കിൾസിനകത്ത് വരാൻ ചാൻസ് ഉള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി എടുത്തേക്കാം. ഓക്കെ. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ബിക്കോസ് ഇതിപ്പോൾ ഒത്തിരി ടൈം ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് സർക്കിളിന്റെ തേർഡ് പാർട്ടിൽ ഇത്രയും തൽക്കാലം ഓർത്തിരുന്നാൽ മതി. അടുത്ത സെക്ഷൻ തൊട്ട് അടുത്ത സെക്ഷനിൽ കുറച്ചധികം പ്രോബ്ലംസ് കയറി വരും. ഇത്തിരി വലിയ പ്രോബ്ലംസ്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് ഇപ്പോൾ 10-15 മിനിറ്റ്സ് ഒക്കെ പോവാം ആ ക്വസ്റ്റ്യൻ ചെയ്താൽ. അപ്പം ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആദ്യം മുതൽ ഇവിടം വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ചെയ്തത് പഴയ പാർട്സ് എല്ലാം റീകളക്ട് ചെയ്ത് വെച്ചു. ഇമ്പോർട്ടൻറ്റ് തിങ്സ് പറഞ്ഞു. പിന്നെ രണ്ട് പ്രോബ്ലം ചെയ്തിട്ടുള്ളൂ. അപ്പം വളരെ റെഡി ആയിട്ടിരിക്കുകയെങ്കിൽ അടുത്ത പാർട്സിൽ നമുക്ക് നല്ല കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഇതിനുള്ള ഫുൾ മാർക്സും കിട്ടും. അതുപോലെ ഓർത്തുള്ള സർക്കിൾസിൽ നിന്ന് ഒരു പാർട്ട് എന്ത് ചെയ്തിട്ടില്ല, ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു.